പരിശുദ്ധവാഹിസ്തുതി ആദ്യം മുതലെന്ന് വന്നേക്ക് തന്നെ ആമീൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയുന്നത് പുതിയ നിയമസഭ രൂപം കൊണ്ടതെന്ന് മിക്കവാറും സഭകൾ വിശ്വസിക്കുന്നത് പെന്തിക്കോസ്ത് ദിവസത്തിലാണ് സഭ രൂപം കൊണ്ടതെന്ന്. അത് ശുദ്ധ മണ്ടത്തരാണെന്ന് എനിക്ക് പറയാൻ. പ്രത്യേകിച്ച് ഈ പെന്തിക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട സഭകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എന്തുകൊണ്ട് അന്ന് മാത്രം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു? അതിനു മുമ്പ് ഉണ്ടായില്ല പരിശുദ്ധാത്മാവ്? ഇല്ല. കർത്താവ് തേജസ്കരിക്കപ്പെടാതെ പരിശുദ്ധാത്മാവ് വരില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് എഴുതിയിട്ടുണ്ട്. കർത്താവിന് പത്രോസെ അല്ലെങ്കിൽ പത്രോസിന് കൂട്ടുകാർക്ക് കൊഹനൂസ കൊടുത്തപ്പോൾ താൻ അവരുടെ മേൽ ഊതി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. എന്നാതുണ്ടായത്? അവൻ തേജസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദിവസമാണ്, വൈകിട്ടാണ്. എന്നാൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ നിങ്ങളിത് ചെയ്യുവനെന്ന് പറഞ്ഞ് അവർക്ക് അധികാരം കൊടുത്തുവെങ്കിലും പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടില്ല, കൊഹനൂസ് കൊടുത്തിട്ടില്ല. അതിൻ്റെ ഒരു തുടക്കമെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വരുന്നവരിത് ചെയ്യണമെന്ന് പറയുമ്പോൾ അവിടെ ആ പൗരോഹിത്യത്തിൻ്റെ സ്ഥാനത്തിന് ഒരു ഒരുക്കം നടത്തിയിട്ടുണ്ട്, സംശയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, സഭ എന്ന് സ്ഥാപിച്ചത് മത്തായി 16:16 ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും, പാതാള ഗോപുരങ്ങൾ അതിൽ ജയിക്കില്ല. അങ്ങനെയെന്ന് പറഞ്ഞാൽ ജയിക്കുകയില്ല. സാത്താൻ ഒരിക്കലും സഭയെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ സഭയുടെ ഒരുക്കത്ത് തുടങ്ങി. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പണിയുമെന്ന് കർത്താവ് പറഞ്ഞാൽ പണിയും. പക്ഷെ ഇതുവരെ പണിതിട്ടല്ല, പെന്തിക്കോസ്തിയിലെ പണിയുള്ളൂ എന്ന് പറയോ? ആരാ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ? പെന്തിക്കോസ്തിയിലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കാൻ പറ്റിയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. കർത്താവ് അവരെ പലതും പഠിപ്പിച്ചു. അവരെ ഒരുക്കി കൊണ്ടുവന്നു. അവസാനം പെസഹ ദിവസം വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പായി താൻ അവരുടെ കാലുകളെ കഴുകി അവരുടെ ശരീരത്തെ ശുദ്ധീകരിച്ചു, ആത്മാവിനെ ശുദ്ധീകരിച്ചു. പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് അപ്പോസ്തലന്മാരെ കർത്താവ് മാമോദിസ മുക്കുകയായിരുന്നു എന്നാണ്. മാമോദിസ നൽകുകയാണ് ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്? വിശുദ്ധ കുർബാന അനുഭവിക്കാൻ പോകണം. അവരന്നുവരെയും യഹൂദന്മാരാണ്. അവരെ പുതിയ നിയമ ഇസ്രായേലാക്കിയിട്ട് വേണം വിശുദ്ധ കുർബാന കൊടുക്കാൻ. സഭ സ്ഥാപിച്ചില്ലേ? സഭ സ്ഥാപിക്കപ്പെട്ടില്ലേ? ഇപ്പോൾ മത്തായി 16:16 തുടങ്ങിയ സഭാ സ്ഥാപനം കർത്താവ് കാല് കഴുകിയപ്പോൾ അവരെ വിശുദ്ധരാക്കി. പുതിയ നിയമ ഇസ്രായേൽ പ്രാബല്യത്തിൽ വന്നു. കർത്താവ് അവർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുകയും ചെയ്യും. യഹൂദനാണെങ്കിൽ കുർബാന കൊടുക്കാൻ പറ്റുമോ? യഹൂദന് കർത്താവിന് വിശ്വാസമില്ലാത്തവന് കുർബാന കൊടുക്കണേ. നമുക്ക് നിസ്സാരമായിട്ട് ആലോചിച്ചാൽ മതി. വിശുദ്ധ കുർബാന അവർക്ക് കൊടുത്തു. സഭ ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. യേശു തല, ശിഷ്യന്മാര് ശരീരത്തിലെ അവയവങ്ങൾ. യേശു ക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാർ അടിസ്ഥാനങ്ങളുമായി സഭയാകുന്ന സൗധം പണി തുടങ്ങി. അതാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ
അതിനുശേഷം കർത്താവ് ക്രൂശിക്കപ്പെടുന്നു, എല്ലാവർക്കും വേണ്ടി ക്രൂശിക്കപ്പെടുന്നു, എല്ലാവർക്കും വേണ്ടി ക്രൂശിക്കപ്പെടുന്നു, സർവ സൃഷ്ടികൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ക്രൂശിക്കപ്പെടുന്നു. അവർക്ക് ആവശ്യം കൊടുക്കണ്ടേ? ഈ നവീകരണ സഭക്കാരെ ഇതൊന്നും പഠിക്കാണ്ട് തോന്നിയ രീതിയിൽ വചനം വ്യാഖ്യാനിക്കും. ഒരു വശത്തു നിന്നെടുത്ത് ഒരു വശം മാത്രമേ പറയുള്ളൂ, മറ്റുള്ളതൊന്നും പറയില്ല. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുമ്പോൾ ചെയ്താൽ മതി. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അർത്ഥം അടങ്ങിയിരിക്കുന്നത്. വെറുതെ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ദൈവത്തിനെ മണ്ടനാക്കാനാണോ ചെയ്യുന്നത്? ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു, വായു കൊണ്ട് ഏറ്റുപറയുന്നു, പോരെ മാമസോങ്ങ്. ആ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതെല്ലാം വിശ്വസിക്കണം, അവൻ കാണിച്ചത് എന്ന ആ വിശുദ്ധ കൂദാശകൾ അനുഷ്ഠിക്കണം, കൈവെപ്പ് അനുഷ്ഠിക്കണം. എബ്രായർ 6 പറയുന്ന അടിസ്ഥാന തത്വങ്ങളൊക്കെ അനുസരിക്കണം. അല്ലെങ്കിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. എന്നിട്ട് വെറുതെ അവിടെ ഏതെങ്കിലും കിടന്നുകൊണ്ട് ഞങ്ങൾ മാമോദിസം അങ്ങനെ ഞങ്ങൾ പാസ്റ്ററാണ് അതിനൊന്നും ഞാൻ കുഴപ്പമില്ല. എന്തെങ്കിലും പറഞ്ഞു, പാസ്റ്റർ എന്ന് പറഞ്ഞു, കൈവെപ്പുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടിയൊന്നുമില്ല. ഞാൻ കുറ്റം പറയണതല്ല. സഭ, പുതിയ ഇസ്രായേൽ സഭ പെന്തിക്കോസ്ത് ദിവസമല്ല ആരംഭിച്ചത്. മുമ്പേ യേശു തലയായും അപ്പോസ്തലന്മാരുടെ അടിസ്ഥാനങ്ങളുമായ സഭ രൂപപ്പെട്ടു കഴിഞ്ഞു. അതിലേക്ക് കല്ലുകളായി സഭാംഗങ്ങൾ ചേർക്കപ്പെടുവാനാണ് പെന്തിക്കോസ്തിയിൽ പരിശുദ്ധാത്മാവിനെ കൊടുത്തത് പൂർണ്ണമായി ശിഷ്യന്മാർക്ക്. അപ്പോൾ അവർ അവബോധമുള്ളവരായി. എന്താണ് സുവിശേഷം എന്ന് അവർക്ക് മനസ്സിലായി. അവർ കർത്താവിനെ കണ്ടതും തൊട്ടതും കേട്ടതും അവൻ പറഞ്ഞതും. കണ്ടു തൊട്ടുകൊണ്ട് കാര്യമില്ല, അവൻ പറഞ്ഞ കാര്യങ്ങൾ അവർ ഗ്രഹിച്ചിട്ടുണ്ട്. 40-ാം പെരുന്നാൾ മുതൽ 40-ാം പെരുന്നാളിന് തൊട്ട് മുമ്പ്, ആ സ്വർഗാരോഹണത്തിന് മുമ്പ് പോലും അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ഈ ശിഷ്യന്മാർക്ക് മാത്രമേ അറിയാവൂ, അവർ മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ആരുമില്ല. ഒരു വരയിലേ അത് പുസ്തകത്തിലൊന്നും എഴുതി വെച്ചിട്ടില്ല. അവർ കർത്താവിൻ്റെ കേട്ട കാര്യങ്ങളാണ് പിൻതലമുറകൾക്ക് പറഞ്ഞു കൊടുത്തത്. അതാണ് വാമൊഴി. ഞങ്ങൾക്ക് വാമൊഴി വേണ്ട, ഈ ബൈബിള് മാത്രം മതി എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനത്തെ ഒന്നുമില്ല അതിനകത്ത്. അങ്ങനെ പറയുന്നവൻ ദൈവത്തെ ധിക്കരിക്കുന്നവനോ അപ്പോസ്തലന്മാരെ ധിക്കരിക്കുന്നവനുമാണ്, കർത്താവിനെയും ധിക്കരിക്കുന്നവനും. കർത്താവ് ചില കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു ആ ദിവസത്തിലില്ലേ, സ്വർഗാരോഹണം ചെയ്ത ദിവസം. അപ്പോൾ സഭ പൂർണ്ണമായി രൂപീകരിക്കപ്പെട്ട ദിവസം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. ഞാൻ ഈ പാറമേൽ എൻ്റെ സഭയെ പണിയുമെന്ന് പത്രോസിനോട് പറഞ്ഞു. പത്രോസാകുന്ന പാറമേൽ, അല്ലെങ്കിൽ പത്രോസ് പറഞ്ഞ ആ വചനമാകുന്ന പാറമേൽ, പത്രോസിനല്ലേ അത് വെളിപ്പെടുത്തി കൊടുത്തോളൂ, അതിനെപ്പറ്റി ആർക്കൊന്നും പറയാനില്ല. ഒരു പാസ്റ്ററോ ബ്രദറാരെന്ന് പറഞ്ഞു, പത്രോസ് തലവനായിരുന്നു, അതൊക്കെ ശരിയാണ്. പത്രോസിന് കൃപയുടെ സുവിശേഷം പറഞ്ഞു കൊടുത്തില്ല, അത് പൗലോസിനെ കൊടുത്തോളൂ. കർത്താവ് എന്തൊരു പക്ഷപാതമായി, ഇത് കർത്താവിനെ തെറ്റുപറ്റിയത്, ഞാനങ്ങനെ പറയുള്ളൂ. എന്തൊരു കഷ്ടം എന്ന് പറയുന്നത്. കൃപയുടെ സുവിശേഷവും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം തമ്മിൽ അങ്ങോട്ട് വേർതിരിക്കുകയാണ്. സുവിശേഷത്തെ രണ്ടാക്കാണ്, കുറെ കഴിയുമ്പോൾ മൂന്നാക്കുക വരും. അത് ദൈവരാജ്യം, കർത്താവ് ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിൽ കൃപയുടെ സുവിശേഷം ഇല്ലേ? കൃപയുടെ സുവിശേഷം നമ്മൾ മാറ്റി വെച്ച് കാണും. പിന്നെ കരുണയുടെ സുവിശേഷം വേറെയുണ്ടോ? ദയയുടെ സുവിശേഷം വേറെയുണ്ടോ? എനിക്കറിയില്ല എന്തൊക്കെയാണ് പറയണത്. ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞാൽ ബ്രദർ കിടന്നുണ്ടാട് കലക്കാട് അവിടെ ഉണ്ട്. കുറേ ആളുകൾ അത് കേട്ട് വിശ്വസിക്കാനും. ഈ കൃപയുടെ സുവിശേഷം ആ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തില്ല. പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം യഹൂദന്മാരുടെ അടുത്ത് പോകും, പിന്നെ യെരൂശലേമിലെ, പിന്നെ ലോകത്തെല്ലായിടത്ത്, യൂദയിലും പിന്നെ എല്ലായിടത്തും എത്തിക്കാനാണ് പറഞ്ഞത്. പൗലോസിനോടും അങ്ങനെ തന്നെ പറഞ്ഞത്. പൗലോസ് മാനസാന്തരപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞത് അതെടുത്തൊന്ന് വായിച്ചു പോകുക. അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം. പ്രജാതികൾക്ക് മാത്രമല്ല
യഹൂദന്മാരുടെ ഇടയിലും ഞാൻ എൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന പാത്രമാണ്. യഹൂദന്മാരുടെ ഇടയിലും അത് ദയവായിച്ചല്ല, ഏതെങ്കിലും രണ്ട് വാചകം കൊടുക്കും സഭ വേദസുതരെ, എന്നിട്ട് അതിനകത്താണ് കലക്കും. അത് തോന്നി അതിനാണ് കലക്കാണ്. ആരാ പറഞ്ഞൊന്നുമില്ല, ഓരോരുത്തരും. അതാണ് ഈ പെന്തക്കോസ്ത് സഭയുടെ പ്രത്യേകത. കുഴപ്പമാ, അവരവർക്ക് തോന്നണ വ്യാഖ്യാനം, ആരും ചോദിക്കാനുമില്ല, പറയാനുമില്ല. ഞാൻ കുറ്റം പറഞ്ഞതല്ല, അത് സത്യം പറയണം. ഒരു കാര്യമാണ് ഞാൻ പറയാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേർപിരിയാൻ പാടില്ലാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വഭാവത്തോടുകൂടി യേശുവിന് മാത്രമേ രക്ഷ തരാൻ സാധിക്കൂ. എന്നാ മറിയാമിൻ്റെ ഉദരത്തിൽ വെച്ച് മനുഷ്യത്വവും ദൈവത്വവും, പിതാവാൻ ദൈവത്തിൻ്റെ വചനമായ ദൈവത്വവും മറിയാമിൻ്റെ ഉദരത്തിൽ നിന്ന് രൂപീകരിക്കപ്പെട്ട ആ ഭ്രൂണത്തിൽ നിന്ന് വന്ന മനുഷ്യത്വവും തമ്മിൽ അതേ മിനിറ്റിൽ, അതേ സെക്കൻഡിൽ, അതേ നിമിഷത്തിൽ പരിശുദ്ധ റൂഹ മൂലം സംയോജിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു, ഒരിക്കലും വേർപിരിയാത്ത വിധം. അങ്ങനെ ഒരു സ്വഭാവമായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ ഈ ലോകത്തിന് രക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. സത്യം സത്യം സത്യം. എന്തു പറഞ്ഞാലും എനിക്ക് വിരോധമില്ല, എന്നെ കുറ്റം പറഞ്ഞാലും വിരോധമില്ല. കത്തോലിക്കനുണ്ടോ, പെന്തക്കോസ്തുകാർക്കുണ്ടോ, മർത്തോമാക്കാർക്കുണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു സ്വഭാവത്തിൽ വിശ്വസിക്കാത്തവന്, ഒരിക്കലും വേർപിരിയാത്ത ദൈവത്വം മനുഷ്യത്വം യോജിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കാത്തവന് അവർ പ്രസംഗിക്കുന്നത് വേറൊരു ക്രിസ്തുവിനെയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തിയൊക്കെ ഉണ്ടാകും. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മത്തായി 7 വായിച്ചാൽ അതറിയാം. എന്നെ കർത്താവെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. ആ പിതാവാണ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തത്, ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ആകയാൽ പുതിയ നിയമ ഇസ്രായേലാണ്. പുതിയ നിയമ ഇസ്രായേൽ എന്നൊരു വ്യത്യസ്തകാർ പറഞ്ഞ ഞാൻ കേട്ടില്ല. പുതിയ നിയമ സഭ എന്ന് പറയുള്ളൂ. ഇസ്രായേലിനെ കണ്ട് തള്ളിക്കളഞ്ഞത് നമ്മൾ തള്ളിക്കളയേണ്ടെന്നേ. പക്ഷേ അതിൻ്റെ പിന്തുടർച്ചയാണ് ഈ പുതിയ നിയമസഭ. പഴയ നിയമസഭയും മണവാട്ടിയായിരുന്നു, പുതിയ നിയമസഭയും മണവാട്ടിയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കർത്താവ് രണ്ടാമത് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന് അവൻ തന്നെ ചോദിക്കുന്നു. എന്ന് വരികിൽ ഞാൻ 120 കോടിയുണ്ട്, ഞാൻ 60 കോടിയുണ്ട്. യാക്കോബക്കാർ കുറച്ച് പേരേ ഉള്ളൂ, കോടികളൊന്നുമില്ല അവർക്ക്, അവരൊന്നും ദൈവരാജ്യത്തിൽ പോകില്ല എന്ന് പറഞ്ഞാൽ മണ്ടത്തരം. ഒരു സ്വഭാവമുള്ള യേശുവിൽ വിശ്വസിക്കണം. കന്യാമറിയാമ്മ ദൈവത്തിൻ്റെ മാതാവെന്ന് വിശ്വസിക്കണം. അന്ത്യോക്യ, അലക്സാണ്ട്രിയ മുതലായ ആ സഭകളുടെ AD 325 ഒരു സഭ, ഏകസഭ എന്ന് ഏതിനെ വിശേഷിപ്പിച്ചുവോ അന്ത്യോക്യ, അലക്സാണ്ട്രിയ, അർമേനിയൻ സഭകൾ ഒരുമിച്ചുണ്ടായ ഏകസഭയിൽ വിശ്വസിക്കുന്നവനും മാത്രമേ രക്ഷയുള്ളൂ. എന്ത് സുഭാഷണം ഉണ്ടാക്കിയാലും എന്ത് കണ്ടായാലും ഒരു കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, തെറ്റ് തിരുത്താൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ തെറ്റ് തിരുത്തിക്കോ, ഞാൻ തിരുത്താം. പക്ഷേ അത് യുക്തിസഹമായിരിക്കണം, പരിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കണം.